ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോവക്ക വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോവക്ക പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു വന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും കോവക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേപോലെ കോവക്ക ചെയ്യുന്നതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ കോവക്കയുടെ 2 അറ്റവും ഇതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് കുത്തി ചതച്ചെടുക്കാം കേട്ടോ. എന്നാൽ നന്നായിട്ട് ചതയണം, എന്നാലും മുറിഞ്ഞു പോകാനും ഇല്ല കേട്ടോ. ഇത് മുറിച്ചിടാതെയാണ് കേട്ടോ നമ്മളെടുക്കുന്നത്. ഇതുപോലെ ചതച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ കോവക്കയും ചതച്ചെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ അപ്പോൾ മൂത്ത കോവക്കയേക്കാളും ഇളം കോവക്ക എടുത്താലാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇങ്ങനെയാക്കി നമ്മൾ മസാല ഇതിന് നന്നായിട്ട് പിടിക്കുകയും വേണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. മൂപ്പ് കൂടിയ കോവക്കയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് 2 പീസാക്കി എടുത്താലും പ്രശ്നമില്ല കേട്ടോ. അല്ലാതെ നമുക്ക് നന്നായിട്ട് മസാല പിടിക്കില്ല. അങ്ങനെ ഇത് നമുക്ക് മുഴുവനും ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു സവാള ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് ചെറുതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒന്നങ്ങ് ചൂടായി എടുക്കുക, ഇത്രമാത്രം മതി. ഇത്രയും ആയാൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ച കോവക്ക ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയും ഇതൊക്കെ കോവക്കയിൽ നല്ലവണ്ണം പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് മൂടി വെക്കാം കേട്ടോ. 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിതിൽ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയാണേ. 2 1/2 എടുക്കുക, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നമ്മളത് എടുക്കുക. ഇനി നമുക്കൊന്നുകൂടി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണം. ഇത് ചെറുതീരിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി നമുക്കിത് പിന്നെ മൂടി വെച്ച് പിന്നെ ഇളക്കി ഇങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചതച്ചത് കൊണ്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഇപ്പം നമ്മുടെ കോവക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി തുറന്ന് നോക്കി നമുക്ക് ഇത് കോവക്ക നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി എപ്പോഴും ഉണ്ടാക്കുന്നതിൽ വെച്ച് ഒരു വ്യത്യസ്തമായിട്ട് ഒരു കോവക്ക പെപ്പർ ഫ്രൈ കേട്ടോ. നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെയുള്ള
ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.